വിജയുടെ നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിൽ RSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മോദി നാഗ്പൂരിൽ എത്തുന്നു, ഇതിലെന്താണ് ചർച്ച ചെയ്യാനുള്ളത് എന്നൊക്കെ ഇവിടെയുള്ള മണ്ടന്മാരായിട്ടുള്ള സുഡാപ്പികൾക്ക് തോന്നും. കാരണം യുവമാർക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലല്ലോ. ഇന്ത്യയിൽ നാഗ്പൂരിൽ RSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതായത് ഇതിനു മുമ്പുള്ള പ്രധാനമന്ത്രിമാരാരും തന്നെ ഈ നാഗ്പൂരിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒന്നും സന്ദർശിക്കാറില്ല. ജവഹർലാൽ നെഹ്റു പിന്നെ RSSനെ വിളിച്ച് പരേഡിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യദിന പരേഡിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യദിന പരേഡോ റിപ്പബ്ലിക് പരേഡോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിലൊക്കെ പങ്കെടുപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ദിരാഗാന്ധി അപ്പോ പങ്കെടുപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അല്ലാതെ അങ്ങോട്ട് RSSനെ പോയി ആരും കാണുന്ന ഒരു സാഹചര്യമില്ല. പിന്നെ നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുമ്പോൾ ഉള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് വശങ്ങളും ആംഗിളുകളും ഉണ്ട്. കാരണം ഞങ്ങൾക്കിനി RSSന്റെ സഹായം വേണ്ട എന്നാണ് JP നഡ്ഡ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നത്. ഞങ്ങൾ RSSന്റെ സഹായമില്ലാതെ BJP പറന്നുയരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ BJPക്ക് ഇപ്പൊ കഴിവും കരുത്തുമുണ്ട് എന്നാണ് JP നഡ്ഡ പറഞ്ഞിരുന്നത്. അപ്പോ ഇത് RSSനോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് കേരളത്തിലെ മാപ്രകളെല്ലാം വ്യാഖ്യാനിച്ചപ്പോൾ അങ്ങനെയല്ല, RSSന് എല്ലാ കാലത്തും BJP ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയായിട്ട് RSSന്റെ സഹായമില്ലാതെ നിൽക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം എന്നുള്ള പൊളിറ്റിക്കൽ നെറേറ്റീവ് അപ്പുറത്തെ ഭാഗത്തുനിന്നും ഉണ്ടായി. അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയും RSSും തമ്മിൽ കട്ട ഉടക്കിലാണ് എന്നുള്ള ഒരു നെറേറ്റീവ് ഉയർന്നു വന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോൾ നരേന്ദ്രമോദി ഭഗവാൻ ശ്രീകൃഷ്ണനും അമിത്ഷാ അർജുനനുമായിട്ടൊക്കെയാണ് ഇവര് പോർട്രേ ചെയ്തത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് RSSന്റെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ സർസംഘചാലക്കായിട്ടുള്ള മോഹൻ ഭാഗവതാണ്. നരേന്ദ്രമോദി അർജുനൻ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നടന്നത്. യഥാർത്ഥത്തിൽ ഇവര് രണ്ടുപേരും സംയോജിച്ചുള്ള പ്രവർത്തനമാണ് ഈ 2 വർഷക്കാലം, അതായത് 2014 മുതൽ ഈ 2024 2 ടേം ഈ ഭരണം ഇത്ര ഉജ്ജ്വലമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം എന്നാണ് പല ആൾക്കാരും പറയുന്നതും. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ നരേന്ദ്രമോദി അമിത്ഷാ തമ്മിലുള്ള കൂട്ടുകെട്ടല്ല. സ്വാഭാവികമായിട്ട് അതവിടെ ഉണ്ട്, അതിന് പ്രാധാന്യമില്ലെന്നല്ല, എന്നാൽ അതിനേക്കാളും പ്രാധാന്യം ഇതിനുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ 3ാമത്തെ ടേം ആയപ്പോഴേക്കും ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു, ഇവർ തമ്മിൽ ഉടക്കി. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥുമായിട്ട് അടുത്തു. ഉത്തർപ്രദേശിൽ സീറ്റ് കുറയാൻ കാരണം മോദി ഒരു പാഠം പഠിപ്പിക്കാനാണ് എന്നിങ്ങനെയൊക്കെയുള്ള വലിയ രീതിയിലുള്ള കോൺസ്പിറസികൾ ഉണ്ടായി. ഏറെക്കുറെ അതൊക്കെ സത്യമാണ് എന്ന് തെളിയുകയും ചെയ്തു. നമ്മൾ ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്ന ടീമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ RSS ഇങ്ങനെ പണി കൊടുത്തത് കൊണ്ട് നരേന്ദ്രമോദി 3ാമത് പ്രധാനമന്ത്രി ആയപ്പോൾ അദ്ദേഹം ആദ്യം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ 4 അടി അതിലും മുന്നോട്ട് വയ്ക്കുമെന്ന്. യഥാർത്ഥത്തിൽ ഇത് പാർട്ടി പ്രവർത്തകരോടല്ല, ഇത് സർസംഘചാലക്കിനോടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ള വാദങ്ങൾ ആ സമയത്ത് വന്നിരുന്നു. മോദി RSSന് മുന്നിൽ വഴങ്ങിയോ? അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അല്ല, ഈ RSS രൂപീകൃതമായിട്ട് ഇപ്പോ 100ാം വർഷത്തിലേക്ക് കടക്കുന്നു. 2025 നവംബർ മുതൽ ആണ് അതിന്റെ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. അപ്പോ 100 വർഷമാകുമ്പോഴേക്കും ആ RSS ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ പേറുന്ന ഒരു പ്രചാരകനെ പ്രധാനമന്ത്രിയാക്കാൻ കഴിഞ്ഞു. 100 വർഷമാകുമ്പോഴേക്കും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തുകയാണ്. അത് ആ സംഘടനയെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. കാരണം 100 വർഷമാകുമ്പോൾ നേരത്തെ ധനുഷ് സൂചിപ്പിച്ച ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഇവരെ പലരും പരേഡിനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ഇല്ലെങ്കിൽ അങ്ങനെ പ്രധാനമന്ത്രിമാരെ മറ്റുള്ളവരോ ഒന്നും RSSനെ അങ്ങനെ വിളിച്ച് കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. RSS അതിനുവേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുമില്ല, ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണാമെന്ന് അവരും പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും വന്നിട്ടില്ല. അവിടേക്കാണ് അവരുടെ ഹെഡ് ക്വാർട്ടറിലേക്ക് ഒരു പ്രധാനമന്ത്രി എത്തുന്നു. അത് ആദ്യമായിട്ട് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാധാന്യം. രണ്ടാമത്തെ ഒരു കാര്യം, RSSനെ സംബന്ധിച്ച് ഇപ്പൊ BJP വേണം എന്നൊന്നുമില്ല. കാരണം അവരുടെ ആശയത്തോട് നിൽക്കുന്ന ആരായാലും അവരെ ജയിപ്പിക്കുക, അല്ലെ അവരുടെ ഒരു നിലപാട് മുമ്പോട്ട് എടുക്കുക എന്നൊരു നിലപാട്. കാരണം കേരളത്തിലടക്കം CPM-നും കോൺഗ്രസിനും ഒക്കെ അനുകൂലമായിട്ടുള്ള നിലപാട് പരസ്യമായിട്ട് പലപ്പോഴും RSSന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. കാരണം സംഘ ആദർശങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനം. അത് BJP ആയാലും ആരായാലും അതിന്, അതായത് ഞാൻ പറഞ്ഞത്, BJP വേണമെന്ന് അവർക്ക് ഒരു നിർബന്ധവുമില്ല. ഇന്ത്യ ഭരിക്കണം, BJP തന്നെ ഭരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. അപ്പൊ അതിന്റെ ഒരു തെളിവായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSSന് സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ UP-യിലടക്കം പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിട്ടു. പിന്നീട് RSS വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ തന്നെ കളത്തിറങ്ങുകയും മഹാരാഷ്ട്രയും ഹരിയാനയും ദില്ലി അവർ പിടിച്ച് കൈ കൊടുക്കുകയും ചെയ്തു. നാളിതുവരെ മുക്കറയിട്ടിട്ട് നടക്കാതെ ദില്ലിയില് ഇത്തവണ പുഷ്പം പോലെ ജയിച്ചു കയറാൻ കഴിഞ്ഞതും തോറ്റു തുന്നം പാടുമെന്ന് പറഞ്ഞിരുന്ന മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ വലിയ
ഏറ്റാനും RSSന് കഴിഞ്ഞിരിക്കും. അപ്പൊ RSSന് ഒഴിവാക്കിക്കൊണ്ട് ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നൊരു വലിയ തിരിച്ചറിവ് തന്നെയാണ്. നരേന്ദ്രമോദിക്ക് RSSുമായിട്ടൊരു അകൽച്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ട് തോന്നും. കാരണം അദ്ദേഹം ഒരു പ്രചാരകൻ കൂടിയായിരുന്നു, RSSൽ കൂടെ വന്നയാളാണ്. പക്ഷേ അദ്ദേഹത്തിന് ചില തീരുമാനങ്ങൾ സംഘടനയ്ക്കും അപ്പുറത്തേക്ക് അദ്ദേഹം വളർന്നു വന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാക്കിയിരുന്നു. താനൊരു ദൈവമാണ് എന്നൊക്കെ തന്നെ പരസ്യമായി തന്നെ അതേ രീതിയിൽ സംസാരിക്കുന്ന ഒരു തലത്തിലേക്കൊക്കെ ഒരു ഇടയ്ക്ക് നരേന്ദ്രമോദി മാറിയിരുന്നു. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി, അതൊന്നും അല്ല കാര്യങ്ങൾ. ഇതിന്റെ അടുത്തിട്ട് ചലിപ്പിക്കുന്ന കുറെ സ്വയം സേവകരുടെ ഒരു ബലത്തിലാണ് ഈ സംഘടനയായാലും ഭരണമായാലും രാജ്യമായാലും തിരിയുന്നതെന്ന് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായിട്ടുണ്ടാകണം. അത് മാത്രവുമല്ല, വരും കാലങ്ങളിൽ ഈ രണ്ട് സംഘടനകളും വളരെ പഴയതുപോലെ ഇഴപിരിയാതെ ബന്ധം പോലെ മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയൂ എന്നൊരു തിരിച്ചറിവ് കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഇപ്പൊ ഈ ഒരു വർഷം 2025 തൊട്ട് 26 എന്ന് പറയുന്ന വർഷം വളരെ നിർണായകമായ വർഷങ്ങളാണ്. ഇവിടെ ഒന്ന്, ഇപ്പോൾ BJPയുടെ നാഷണൽ പ്രസിഡന്റ് മാറുന്നു. അതൊരു വലിയ ചോദ്യമാണ്, വലിയ ഒരു ഇതാണ്. ആരാണ് വരുന്നത്? അഭ്യൂഹങ്ങൾ പരക്കുന്നു. അതിൽ ഇപ്പോഴൊരു കാര്യം വളരെ സ്പഷ്ടമായി, RSSന്റെ കൂടെ തീരുമാനം ആയിരിക്കും അതിലൊരു മുൻഗണന ഉണ്ടാകുന്നത്. RSSന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും. അതിനിടയിൽ കേട്ട മറ്റൊരു വാർത്ത, ദക്ഷിണേന്ത്യയിൽ നിന്നായിരിക്കും ഈ അധ്യക്ഷൻ വരിക എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇനി നാളെ അണ്ണാമല ആയിരിക്കും ദേശീയ പ്രസിഡന്റ് എന്ന രീതിയിലൊക്കെ വാർത്ത ചിലപ്പോൾ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ അടിക്കുമായിരിക്കും. ദക്ഷിണേന്ത്യയിൽ നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ നമ്മൾ അറിയാവുന്ന ആരെങ്കിലും കാണുമായിരിക്കും, ലീഡേഴ്സ് ആരെങ്കിലും കാണുമായിരിക്കും, നമുക്ക് അറിയില്ല. സുരേന്ദ്രനാണോ? അപ്പം അങ്ങനെയൊക്കെയുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഈ RSS ഒരിക്കലും അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊന്നും നടത്താറില്ല. BJPയുടെ ഭാഗത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും ചില ദേശീയ മാധ്യമങ്ങൾ അങ്ങനെയൊക്കെ തട്ടിവിടുന്നുണ്ട്. ഏതായാലും അവിടെ എത്തുമ്പോൾ കുറെ അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. കാരണം 100ാമത്തെ വർഷത്തിലേക്ക് RSS എന്ന് പറയുന്ന സംഘടന കടക്കുമ്പോൾ ആ സംഘടന മുൻപോട്ട് വെച്ച അവരുടെ ആശയങ്ങൾ, അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ച ചില മുദ്രാവാക്യങ്ങൾ ചിലതെങ്കിലും നടപ്പാക്കി എടുക്കാൻ കഴിഞ്ഞു. അതിലൊരു വലിയ പരിധിവരെ അതിന് കാരണമായത് നരേന്ദ്രമോദിയുടെ സർക്കാരുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെ 370ാം വകുപ്പ് എടുത്തു കളയുന്നത്, മുത്തലാഖ് എടുത്തു കളയുന്നത്, ഒപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത്, ഇനി അവർക്ക് വലിയ അവരുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഏക സിവിൽ കോഡ് കൊണ്ടുവരും എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് രാമക്ഷേത്രത്തിന്റെ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങളൊക്കെ വളരെ ദ്രുതഗതിയിൽ നടന്നതും വളരെ ഭംഗിയായി നടന്നതൊക്കെ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് മാത്രമാണ്. നേരെ കുറച്ച് കോൺഗ്രസ് അധികാരത്തിലിരിക്കുകയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പം മോദിയും RSSും തമ്മിൽ അകൽച്ചയിലാണ് എന്ന് പറയുന്ന ഒരു വാദത്തിനോട് വലിയ ഒരു രീതിയിൽ നമുക്ക് പ്രതികരിക്കേണ്ടതില്ല. പക്ഷെ എവിടെയൊക്കെയോ RSSന് മുകളിലേക്ക് മോദി പോയി എന്നൊരു ചിന്ത RSSലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ RSSന്റെ അണികളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അറിഞ്ഞോ അറിയാതെയോ ചില ശ്രമങ്ങൾ മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇല്ലെങ്കിൽ BJPയുടെ തലപ്പത്തുണ്ടായിരുന്നവരുടെ ഭാഗത്തു നിന്നും അത് വ്യക്തമാണ്. അത് ശരീരഭാഷ എന്നല്ല, വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അത് വ്യക്തവുമായിരുന്നു. ഏതായാലും ഇനി വരും കാലങ്ങളിൽ അത് മുമ്പോട്ട് അങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് ഈ സമീപകാലത്ത് നടന്ന ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ BJPക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയും ദില്ലിയും ഹരിയാനയും ഒക്കെ ഉദാഹരണമാണ്. ഇനിയും പ്രധാന കടമ്പകൾ കടക്കേണ്ട ബീഹാർ അടക്കമുള്ളത് വരുന്നു. അത് മാത്രവുമല്ല, ഇനി മുമ്പോട്ടുള്ള BJPയുടെ പോക്ക് എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ ഒരു പോക്കല്ല BJPക്ക്. കാരണം മുമ്പിലുള്ളത് വലിയ ടാസ്ക് ആണ്. അതിലൊന്ന്, ഈ ഡീലിമിറ്റേഷൻ വരുന്നു 2026 ആകുമ്പോഴേക്കും. ഈ ഡീലിമിറ്റേഷൻ വരിക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ 370ാം വകുപ്പൊക്കെ എടുത്തു കളഞ്ഞതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഡീലിമിറ്റേഷൻ. അത് ഓരോ സ്ഥലങ്ങളിൽ പോയി അതിര് നിശ്ചയിക്കുകയും ആൾക്കാരുടെ എണ്ണം എടുക്കുക, അത് കൃത്യമാക്കുകയും, അത് ഒരുപാട് വിഷയങ്ങളുണ്ടാകും ഡീലിമിറ്റേഷൻ വരുമ്പോൾ. നമുക്ക് തന്നെ അറിയാം, ഒരു പഞ്ചായത്തിന്റെ വാർഡ് വിഭജനം വരുമ്പോൾ എന്തുമാത്രം കോലാഹലമാണ് നമ്മുടെ ബൂത്തിലും വാർഡിലും ഒക്കെ നടക്കുന്നത്. അതിന് വളരെ കൂടുതലായിരിക്കും ഒരു പാർലമെന്റ് മണ്ഡലങ്ങളിലൊക്കെ ഒരു ഈ ഡീലിമിറ്റേഷന്റെ കാര്യങ്ങളൊക്കെ വരും. അതൊരു വിഷയം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന നാളുകളിൽ അവർക്ക് പാസ്സാക്കി എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ബില്ലാണ് ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ബില്ലുണ്ട്. ഒപ്പം തന്നെ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ബില്ലായിട്ട് അത് വരാനുള്ള സാധ്യതകൾ നിലവിലില്ല. ജനസംഖ്യാ നിയന്ത്രണ ബില്ല് വരാൻ സാധ്യതയൊന്നുമില്ല. പക്ഷെ അതിന് ഉതകുന്ന തരത്തിലേക്കുള്ള ചില നീക്കങ്ങൾ ഉണ്ടായേക്കാം, ചില പദ്ധതികളും കാര്യങ്ങളും അത്തരത്തിലേക്ക് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഈ ഹിന്ദു ക്ഷേത്രങ്ങളെ ഈ സർക്കാർ സംവിധാനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ഒരു ബോർഡ്, അതായത് വഖഫ് ബോർഡ് പോലെയുള്ള ഒരു സിസ്റ്റം അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം വന്നേക്കാം. അതായത് ദേവസ്വം ബോർഡിന് പകരം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ബോർഡ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ ഈ വഖഫ് ബോർഡ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ BJPയെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. കേരളത്തിൽ, ഇന്ത്യയിലെ ആരും ഇതുവരെ കൈവെക്കാത്ത ഒരു മേഖലയിലാണ് ധൈര്യപൂർവ്വം അവർ കൈവച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വഖഫ് ബോർഡിന്റെ കയ്യിലിരിക്കുന്ന ഭൂമി, അതിൽ നടക്കുന്ന ഈ അഴിമതികളൊക്കെ എല്ലാവർക്കും, കോൺഗ്രസ് സർക്കാർ ഇരിക്കുന്ന കാലത്ത് ഈ വഖഫ് ബോർഡിന് നിയന്ത്രണം വേണമെന്ന് അവർ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പം അത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. അപ്പം ഈ വരുംകാലത്തും ഈ നേട്ടങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ BJPയും BJPയുടെ മിഷണറികളും മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ മുൻപോട്ട് പോകാൻ കഴിയില്ല.
അതുകൊണ്ട് തന്നെ RSSനും അതിന്റെ ഒരു പിന്തുണ ഉറപ്പിക്കണം. ഒപ്പം തന്നെ RSSനും ഇപ്പോൾ ചില പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. അതിലൊന്ന് ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ബംഗ്ലാദേശിലടക്കം കാനഡയിലും അമേരിക്കയിലും അടക്കം ഹിന്ദു സമൂഹത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോൾ ഹിന്ദുക്കൾ നേരിടുന്നുണ്ട്. അപ്പോ RSSന്റെ ഒരു പ്രതിസന്ധിക്ക് ഒരു കാരണം അതാണ്. കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചല്ല, ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഹിന്ദുക്കൾ വലിയ രീതിയിൽ തന്നെ വംശഹത്യ നേരിടുന്നുണ്ട്, വലിയ രീതിയിലുള്ള ആക്രമണം നേരിടുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ഉറച്ച നിലപാട് രാജ്യം എന്ന നിലയിൽ ഇന്ത്യ കൈക്കൊള്ളേണ്ടതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ അതിനൊരു ശക്തമായ ഒരു നിലപാട് നരേന്ദ്രമോദി സർക്കാർ എടുക്കണമെന്ന് മോഹൻ ഭഗവത് ഈ അടുത്ത സമയത്തും പറഞ്ഞു. ഇന്ത്യ ശക്തമായ ഒരു നടപടി എടുത്തേ മതിയാകും, നിലപാട് എടുത്തേ മതിയാകും. കാരണം ബംഗ്ലാദേശിലടക്കം ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അക്രമം കണ്ടില്ലെന്ന് നടിക്കാനാകില്ല, കയ്യും കെട്ടിയിരിക്കാനാകില്ല. ഒപ്പം തന്നെ അമേരിക്കയിലടക്കം ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ, ഖാലിസ്ഥാൻകാരെ ഹിന്ദു ക്ഷേത്രങ്ങൾ കാനഡയിൽ തകർക്കുന്നത്, ഇതൊക്കെ ഒരു വലിയ വിഷയമാണ്. അതും ഇതിന്റെ ഒരു ചർച്ചയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. ഒപ്പം തന്നെ RSS മേധാവി ശ്രീ മോഹൻ ഭഗവത് മുൻപ് സൂചിപ്പിച്ച, അധികം പഴക്കമൊന്നുമില്ല, കുറച്ചു നാൾക്ക് മുമ്പ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്ന കാര്യം ഈ തൊഴിലില്ലായ്മ, ഒപ്പം തന്നെ ഈ പണപ്പെരുപ്പം, എങ്ങനെയുള്ള കാര്യങ്ങൾ സജീവമായി ഇടപെടണം. കാരണം അവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വിസിബിൾ ആയിട്ടുള്ള വികസനം കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തണം. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ 4ാം സ്ഥാനത്ത് എത്തുന്നു, നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യം നിൽക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള, അതായത് ഒരു സാധാരണക്കാരന് അനുഭവയോഗ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. ഇപ്പൊ ഒരാൾക്കൊരു തൊഴിലില്ലായ്മ മാറിക്കഴിഞ്ഞാൽ അനുഭവയോഗ്യമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു പയ്യന് ഒരു പ്രൈവറ്റ് സെക്ടറിലോ ഒരു ഫാക്ടറിയിലോ ഇല്ലെങ്കിൽ ഒരു സ്വയം തൊഴിലോ കിട്ടിയാൽ നമ്മുടെ വിസിബിൾ ആണ്. ആ പയ്യൻ ജോലിക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും, ആ കുടുംബത്തിന് അറിയാൻ പറ്റും, മോദി സർക്കാരിന്റെ കാലത്ത് എനിക്ക് ജോലി കിട്ടി. അങ്ങനെ വിസിബിൾ ആയിട്ട് ഇപ്പൊ നാഷണൽ ഹൈവേ വിസിബിൾ ആണ്, NH-66 വരുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വിസിബിൾ ആണ്. നേരെ മറിച്ച് ഇന്ത്യൻ നമ്മുടെ GDP നിരക്ക് ഉയർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ടവരെ സംബന്ധിച്ച് അത് വിസിബിൾ അല്ല. അപ്പൊ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മയുടെ കാര്യത്തില്. ഒപ്പം തന്നെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഉള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യങ്ങൾക്ക് പോവർട്ടി, അതായത് പോവർട്ടി ഇത് നമ്മുടെ രാജ്യത്തില്ല, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്തുന്ന കാര്യത്തിലൊക്കെ ഒരു മുൻഗണന കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചകൾ ഒരുപക്ഷെ നടന്നേക്കും. കാരണം അതിനൊക്കെ RSSന് കൃത്യമായി തന്നെ ഒരു നിലപാടുണ്ട്, കൃത്യമായി തന്നെ ചില അജണ്ടകളുണ്ട്, അതൊക്കെ നടപ്പാക്കുക. ഒപ്പം തന്നെ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി, പാഠ്യപദ്ധതിയുണ്ട്. അതിന് ഇപ്പൊ നിലവിലുള്ള പാഠ്യപദ്ധതിയോട് വലിയ എതിർപ്പ് RSS എക്കാലവും പുലർത്തിയിരുന്നതാണ്. കാരണം ചരിത്രത്തിലെ നായകന്മാരുടെ സംഭവങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് ഇടത് ചരിത്രകാരന്മാരിൽ തിരികെ കയറ്റിയ കുറെ ചരിത്രങ്ങളാണ് പുതിയ തലമുറ പഠിക്കേണ്ടി വരുന്നത്. അപ്പൊ അതിലൊക്കെ എന്ത് നിലപാട് കേന്ദ്രം എടുക്കും എന്നുള്ളതും ഒക്കെ ഒരു ചർച്ചയുടെ ഭാഗം തന്നെയാണ്. ഒപ്പം തന്നെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടെ, കാരണം ഇപ്പോൾ BJP ഒരു ഉത്തരേന്ത്യയിൽ ശക്തമായി വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ മുമ്പ് എപ്പോഴും പറയുന്ന കണക്ക് ഇനി ഉത്തരേന്ത്യയെ സംബന്ധിച്ച് BJPക്ക് വളരാൻ പ്രത്യേകിച്ച് സ്പേസുകളൊന്നും തന്നെയില്ല. അവിടെ ഒരു വലിയ വൃക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് വളരാനുള്ള ഇടം ദക്ഷിണേന്ത്യയാണ്. അപ്പൊ ദക്ഷിണേന്ത്യയിൽ എന്ന് പറഞ്ഞാൽ RSS ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ദക്ഷിണേന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ളത് കേരളത്തിലാണെന്നുള്ളതാണ് വലിയൊരു കൗതുകം ഇതിനകത്ത്. അത് ഒരുപക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ വലിയൊരു തമാശയായിട്ട് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ RSS വളർച്ചയുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഈ ദക്ഷിണേന്ത്യയിലേക്ക് അവരും സജീവമാകുന്നു. തമിഴ്നാട്ടില് 22,000 ശാഖ ആണ് ഈ അടുത്ത് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് RSS. അപ്പൊ തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം RSS അവരുടെ പ്രവർത്തനം വളരെ സജ്ജമാക്കുന്നു. കേരളത്തിലടക്കം പ്രൗഢശാഖകളടക്കം ഇപ്പൊ സജീവമാക്കിയിട്ടുണ്ട്. ആഴ്ചകളിൽ പ്രൗഢശാഖയും മറ്റുമൊക്കെ തുടങ്ങി അവരത് സജീവമാക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ RSSന് കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു ശ്രമമാണ് BJP നടത്തുന്നത്. കാരണം ഇപ്പൊ നദ്ദ അതൊക്കെ പറഞ്ഞെങ്കിൽ പോലും ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ നദ്ദ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. ദക്ഷിണേന്ത്യയിലേക്ക് വരണമെങ്കിൽ RSS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സഹായമില്ലാതെ BJPക്ക് മുൻപോട്ട് നീങ്ങാൻ കഴിയില്ല. ഈവൻ കേരളത്തിൽ പോലും, കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും ഒക്കെ അതാണ് അവസ്ഥ. ഒറ്റയ്ക്ക് പോകാനുള്ള പ്രാപ്തി ഇല്ല. ഈവൻ UP പോലും ഇല്ല എന്നുള്ളത് ഈ ലോക്സഭ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരുപക്ഷെ ഹിമാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ അത്തരത്തിൽ ഉണ്ടാകാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതും അവരെ സംബന്ധിച്ച്, അതായത് ഈ രണ്ടു കൂട്ടർക്കും RSSനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ചില നിലപാടുകൾ ഈ 100ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ ഉയർത്തിപ്പിടിച്ച ചില മുദ്രാവാക്യങ്ങൾ സാധൂകരിക്കേണ്ടതായിട്ടുണ്ട്, നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. BJP സംബന്ധിച്ച് അവർക്കിനി മുൻപോട്ട് പോകുന്ന അവരുടെ പാതകൾ അല്പ സുഖകരമല്ല, ദുഷ്കരമാണ്. അനവധി ബില്ലുകൾ അവർക്കിനി പാസ്സാക്കാനുണ്ട്. ഒപ്പം തന്നെ ഡീലിമിറ്റേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. അത് മാത്രവുമല്ല, ആ പാർട്ടിക്ക് ഇനി കൂടുതൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയിൽ അവർക്ക് കൂടുതൽ മുന്നേറ്റം നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ RSSന്റെ സഹായം കൂടിയേ തീരൂ. അപ്പൊ രണ്ട് സംഘടനകളും രണ്ടായിട്ട് നിൽക്കില്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടായെങ്കിൽ അതുമായി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടാകണം. പക്ഷെ ഏതായാലും നരേന്ദ്രമോദി അവിടെ വന്നതിനകത്ത് സാധാരണഗതിയിൽ ഒരു എന്താ പറയുന്നത്, ഒരു നോക്കുമ്പോൾ അതൊരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം RSSന്റെ പ്രചാരകനാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ ഹെഡ് ഓഫീസിൽ വരുന്നു എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ കാര്യമുണ്ട്.
ഈ സംഘടന തുടങ്ങിയിട്ട് 100-ാം വാർഷികം എത്തുമ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സംഘടനയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ആ ഒരു ചരിത്രപരമായ പ്രാധാന്യം. നാളുകളിൽ RSSന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ സംഘടന രൂപീകൃതമായിട്ട് 99-ാമത്തെ വർഷത്തിന്റെ അവസാനം, അതായത് 100-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഏതായാലും ഇതിന് അനവധി രാഷ്ട്രീയ മാനങ്ങളുണ്ട്, പ്രത്യേകിച്ച് അവരുടെ നാഷണൽ പ്രസിഡന്റ് ഒക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. താങ്ക് യു ചേട്ടാ.